സബ്ജക്റ്റ് എന്നുള്ളത് സ്ഥിരോത്സാഹമാണ്. അപ്പൊ അത് ഈ ഉത്സാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മടിക്ക് ഉത്സാഹം, അതങ്ങനെ ഒരു തരം ക്രിസ്തുമത വിശ്വാസ പ്രകാരമുള്ള ഒരു ചെറിയൊരു പിന്നെ ചെറിയ തെറ്റായ കാര്യങ്ങളും അതിന് എതിരായ ശരിയായ കാര്യങ്ങളും കാണിക്കുന്ന ചില ഒരു ചാർട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് മനുഷ്യന്റെ ഒരു കൂടപ്പിറപ്പാണ് മടി. അത് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സ്വഭാവത്തിൽ ജന്മനാ ഉള്ളതോ അല്ലെങ്കിൽ വന്നു ചേർന്നതോ ആയ ഒരു പിന്നെ സ്വഭാവത്തിലെ ഒരു വൈകല്യമാണ് മടി. അപ്പൊ ഈ മടി എന്ന് പറയുമ്പോൾ അപ്പൊ ഈ മടി ഉണ്ടെങ്കിൽ പോലും ഇവന് കുടിക്കുന്നതിനകത്ത് പിന്നെ ഉത്സാഹക്കുറവൊന്നും ഉണ്ടാകത്തില്ല. കാരണം അത് എവിടെയാണ് ഉള്ളതെന്നും അത് കിട്ടാനില്ലെങ്കിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കാനും അതിനൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവും. ഒരുപക്ഷെ കുടി നിർത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാത്തത് ഈ മടി കൊണ്ട് തന്നെയാണ്. കാരണം പലപ്പോഴും കുടി നിർത്തണം 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 എന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു പ്രവൃത്തി പദത്തിലേക്ക് അത് എത്താത്തത് ഈ മടി കൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. നാളെ ആകട്ടെ അല്ലെ നാളത്തെ കഴിഞ്ഞാകട്ടെ, അങ്ങനെ അതങ്ങ് നീണ്ടു പോവുകയാണ് ചെയ്തത്. അപ്പം എ ഐ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലായപ്പോ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടതെന്ന് അറിയാം. കാരണം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ആ ചെയ്തുകൊണ്ടിരുന്നത് എന്തോ അതിന് എതിരായിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ, ഒരിക്കലും ഒരു കൃത്യനിഷ്ഠത പാലിക്കാതെ, വാക്കു പാലിക്കാതെയും, അപ്പൊ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ചെന്ന് എത്താം എന്ന് പറഞ്ഞാല് ആ സമയത്ത് അവിടെ എത്തണമെന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്താൽ അതങ്ങ് മറന്നു കളയുന്നു, അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയുന്നു. ഇതൊക്കെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള പൊതുവെയുള്ള ഒരു സ്വഭാവ വിശേഷങ്ങള്. അപ്പം കുടി നിർത്തി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് കൃത്യമായി ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്ക് വസ്ത്രമൊക്കെ അലക്കി തേച്ച് കൃത്യസമയത്ത് മീറ്റിങ്ങിന് എത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയോടെ കൃത്യമായി ചെയ്ത ഒരു കാര്യം. അത് വലിയ മാറ്റങ്ങൾക്ക് പിന്നീട് കാരണമായി. ആ ഒരു കൃത്യനിഷ്ഠയും ആ ഒരു ഉത്സാഹവും നിലനിർത്തേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അത്ര കൃത്യമായിട്ടും അത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പണ്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തതിന് വിരുദ്ധമായിട്ട് കൃത്യമായ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, വാക്കു പാലിക്കുക, സമയം നിഷ്ഠ കൃത്യമായി പാലിക്കുക, ഇത്തരം ഒരു കൃത്യമായ കാര്യങ്ങളിലേക്ക് മടങ്ങിയെത്തി. അത് ഒരുപക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സമൂഹത്തിലെയും കുടുംബത്തിലെയും ഒക്കെ ഉള്ള സ്ഥാനം നേടിത്തന്നു. മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റാനൊക്കെ സഹായിച്ചു. അതൊക്കെ തന്നെ ജീവിതത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് തന്ന ചില നേട്ടങ്ങളായിട്ട് അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ഒരുപക്ഷെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരുപക്ഷെ കുടി തുടങ്ങുന്നതിന് മുമ്പും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയേറെ ഒരു ജാഗ്രതയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഏയാൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ജാഗ്രത പാലിക്കാൻ ഞാൻ തയ്യാറായത്. അതിൽ ഏറ്റവും കൂടുതൽ കൃത്യമായി ഞാനൊരു ജാഗ്രത പാലിച്ചു, അല്ലെങ്കിൽ കൃത്യമായി ഉത്തരവാദിത്വത്തോടെ ചെയ്തു എന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 12ാം പടി പ്രവർത്തനമാണ്. അതായത് മറ്റ് മദ്യാസക്തരെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപാനാസക്തി എന്ന രോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കളിയാണതെന്ന് അറിയാവുന്നത് കൊണ്ടും ജീവിതവും മരണവും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പ്രകടമായത് കൊണ്ടും അക്കാര്യത്തിൽ ഞാനൊരു വളരെ കൃത്യമായിട്ടും ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് പലപ്പോഴും അതിന്റെ ഫലം പോസിറ്റീവോ നെഗറ്റീവോ ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു
അപ്പൊ കൂടുതൽ ഞാൻ അതിനെ ഗൗരവത്തിൽ അതിനെ കാണുന്നില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒക്കെ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കാലം അത്രയും ആൽക്കഹോളിക്സ് അനോണിമസിൽ തന്നെ തുടരുവാനും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും എനിക്ക് സാധിച്ചത്. അതിന് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനും അതിലെ അംഗങ്ങളോടും ദൈവത്തോടും നന്ദിയുള്ളവനാണ്. ആ ഒരു പിന്നെ രീതി തന്നെയാണ്, ആ ഒരു ആശയത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി.